ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ പോകുന്നത് വലിയഴിക്കൽ ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കടലൊക്കെ ഉണ്ട്. ഇത് തൃക്കുന്നപ്പുഴയാണ്. അപ്പോൾ തൃക്കുന്നപ്പുഴയിൽ നിന്ന് ഞങ്ങൾ വലിയഴിക്കൽ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. മക്കൾ പോയിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് കാരണം അവരെ കാണിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ചെന്നൈയിലായത് കാരണം അവരിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല മനോഹരം, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നുമക്കളെ അത് കണ്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ എത്തി ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ വാതൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ മക്കൾക്ക് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കടലിൻ്റെ അവിടെ പോയി. അവിടെ കുറേ പാറയൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോയി കുറേ നേരം ഇരിക്കുകയും പിന്നെ അവിടെ നിന്നു. പിന്നെ ഞാനും മോളും കൂടെ എവിടെ പോയാലും റീൽസ് ആണല്ലോ, റീൽസേ ബിഗിലേ എന്ന് പറയുന്ന പോലെ എവിടെ പോയാലും റീൽസ് എടുത്ത് ഞങ്ങൾ തകർത്ത് വരും. അതുപോലെ ഞാനും മോളും കൂടെ കുറേ റീൽസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നല്ല രസം അവിടെ ഇരുന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ കേട്ടോ. അതും അവിടെ കുറേ നേരം ഇരിക്കാൻ ഒരു മനസ്സിന് നല്ല റിലാക്സ് ആവുകയും ചെയ്യും. അത് കടലിൽ ഇഷ്ടമല്ലാത്ത ആരുമില്ല. കടലിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകും, ഫ്രീ ആകും. അപ്പോൾ കുറേ നേരം നമ്മളൊന്ന് എൻജോയ് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇക്ക ചോദിച്ചു, നിങ്ങളോട് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞോ? ഇത് കഴിഞ്ഞില്ലേ നിങ്ങളുടെ റീൽസൊക്കെ ഇതുവരെ, എത്ര നേരം കൊണ്ട് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അത് കാരണം ഞങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറാൻ പോവുകയാണ്. അവിടെ ലിഫ്റ്റും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ലിഫ്റ്റ് വഴിയാണ് മുകളിൽ കയറിയത്. കാരണം എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് സ്റ്റെപ്പ് ചവിട്ടിയൊന്നും കയറാൻ പറ്റത്തില്ല. ഒരുപാട് പേരവിടെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല പ്രായമുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതുപോലെ തന്നെ ലിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ടോപ്പിലോട്ട് കയറി പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ണാടി ഗ്ലാസ്സിൽ കൂടെ വെളിയിലോട്ട് നോക്കാൻ ഒരു പ്രത്യേക വ്യൂ ആണ്. എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഈവനിങ്ങിൽ ടൈമിൽ വന്നത് കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുത്ത കാറ്റും നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ടോപ്പിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ, നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ ഇത്രയും ഭംഗി അറിയുന്നില്ല. പക്ഷെ ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പം പച്ചിപ്പ് വിരിച്ച പോലെ ഇങ്ങനെ പ്രകൃതി രമണീയമായിട്ട് കിടക്കുകയാണ് കേട്ടോ. നടുക്ക് റോഡും അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പച്ചിപ്പ് വിരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു സൈഡിലും കടലും ഒരു സൈഡിൽ കായലൊക്കെ നല്ല ഭംഗിയാണ്. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നുമക്കളെ. പണ്ടൊക്കെ ഞാൻ കടൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് കല്യാണത്തിന് മുമ്പ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെങ്കിലും കടലില്ല. എൻ്റെ വീട് പന്തളമാണ്. കടൽ കാണണമെങ്കിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലൊക്കെ പോകണം. അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ നമ്മൾ ടൂർ പോകുമ്പം പോകുന്ന വഴിക്കാണ് ഞങ്ങളുടെ മിസ്സുമാർ ഈ ആലപ്പുഴ ബീച്ചിലൊക്കെ ഇറക്കിയിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ കടലൊക്കെ കാണാറുള്ളത്. ഇപ്പോൾ എന്നെ കെട്ടിച്ച് വിട്ടതേ കടലിൻ്റെ തീരത്ത്. പക്ഷെ ഞങ്ങൾ അവിടെ ഇല്ല. എന്നെ കെട്ടിച്ച് വിട്ട തൃക്കുന്നപ്പുഴയാണ്. പക്ഷെ ഞാൻ അവിടെ ഇല്ല. ഞങ്ങൾ ചെന്നൈ സെറ്റിൽഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കണ്ട് ആ കൊതി അങ്ങ് തീർന്നു. എന്നാലിപ്പോൾ പോയി നമുക്ക് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. മക്കൾക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് കുറേ നാളിന് ശേഷമല്ലേ പോകുന്നത്. അപ്പോൾ ഭയങ്കര ഒരു രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോർത്ത് സൂര്യൻ അസ്തമിക്കുന്നതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എന്തോ രസമാണെന്നറിയാം കാണാൻ. നല്ല ഭംഗി, ഒരു രക്ഷയില്ല എൻ്റെ പൊന്നുമക്കളെ. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തതുമില്ല. ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിലായിരുന്നു വന്നത്. അപ്പോൾ ഞങ്ങളോർത്തൊക്കെ കണ്ടിട്ട് മക്കളെ ഇതൊക്കെ കാണിച്ചിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. നല്ല വ്യൂ അല്ലേ. അപ്പോൾ എന്ത് രസമാണ്, നിങ്ങൾ തന്നെ നോക്കിയേ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എത്ര നല്ലതായിട്ട് കാണുമെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ പ്രത്യേക ഭംഗിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുന്നത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനും അവിടെ നിന്ന് കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ റീൽസും അതേപോലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. അവിടെ തന്നെ ഐസ്ക്രീമും ചോക്കോബാറൊക്കെ ഉണ്ടായിരുന്നു, കുറേ മേടിച്ച് കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നല്ല വ്യൂ കണ്ടില്ലേ. ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ല. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.